ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാങ്ങ ഇട്ട് വെച്ച നല്ല മീൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ സിലോപ്പി മീനാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ സിലോപ്പി എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി എന്താ വേറെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. ഇനി മീൻ കറിക്ക് ആവശ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അല്പം ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിക്കുക. കടുകും ഉലുവയും നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക്, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഏകദേശം ഇങ്ങനെ ബ്രൗൺ കളർ ആവാനേ പാടുള്ളൂ, കരിയിച്ച് കളയരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇതുവരെയായിട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് മീൻ വേവാൻ വയ്ക്കാം. ഈ സമയത്തിനുള്ളിൽ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ടും കലങ്ങി പോകുന്നത് കൊണ്ടും മീൻ ഒന്ന് പകുതി വേവായതിന് ശേഷം മാത്രമേ ഞാനിവിടെ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങ ഞാനിവിടെ ചിരണ്ടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയോടെയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ അരപ്പ് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കറി നന്നായി ഈ തേങ്ങയും കൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരാനേ പാടുള്ളൂ. അതൊന്ന് നന്നായി തിളച്ച് വന്ന് അല്പം കറിവേപ്പിലയുടെയും ചേർത്ത് കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. അരപ്പ് തയ്യാറാക്കി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഈ മാങ്ങയും മീനും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരാം. ടാറ്റാ, ബൈ ബൈ.